മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ചരിത്രം സൃഷ്ടിച്ച് മുന്നേറുകയാണ് ദുൽഖർ സൽമാൻ നിർമ്മിച്ച ലോക. ആഗോളതലത്തിൽ 300 കോടിയിലധികം രൂപയാണ് ഇതുവരെ ചിത്രം നേടിയത്. 53 ദിവസവും പിന്നിട്ട് ഇപ്പോഴിതാ സിനിമയെക്കുറിച്ച് തെലുങ്ക് നിർമ്മാതാവായ നാഗവംശി പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ്. ലോക തെലുങ്ക് ചിത്രമായിരുന്നെങ്കിൽ പരാജയപ്പെട്ടേനെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലോകയുടെ OTT റിലീസ് ഉടൻ തന്നെ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഉണ്ടാകും എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ഡ്യൂഡിന് കോപ്പിറൈറ്റ് കുരുക്ക്. കറുത്ത മച്ചാൻ എന്ന ഗാനം അനുമതിയില്ലാതെ ഉപയോഗിച്ചു. നിയമ നടപടിക്കൊരുങ്ങി ഇളയരാജ. അനുമതിയില്ലാതെ തന്റെ ഗാനങ്ങൾ ഉപയോഗിക്കുന്ന സിനിമാ നിർമ്മാതാക്കൾക്കെതിരെ പോരാട്ടം ശക്തമാക്കി ഇളയരാജ. പ്രദീപ് രംഗനാഥൻ നായകനായ ഡ്യൂഡ് എന്ന ചിത്രത്തിന്റെ നിർമ്മാതാക്കളാണ് ഇത്തവണ കുരുക്കിലായിരിക്കുന്നത്. ഹൈറേഞ്ചിന്റെ പശ്ചാത്തലത്തിൽ ജോജു ജോർജിനെ നായകനാക്കി ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന വരവ് എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങി. പൂർണ്ണമായും ആക്ഷൻ ത്രില്ലർ ഗണത്തിലാണ് ചിത്രമൊരുങ്ങുന്നത്. ബോക്സ് ഓഫീസിൽ കുതിച്ച് ഋഷഭും കൂട്ടരും. 2 ആഴ്ച പിന്നിടുമ്പോൾ കാന്താര 717.5 കോടി നേടി. റിലീസ് ചെയ്ത നാൾ മുതൽ വൻ പ്രേക്ഷക സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത്. ഈ വരുന്ന ശനിയാഴ്ചയ്ക്കുള്ളിൽ ചിത്രം 750 കോടി നേടും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന മമ്മൂട്ടി ചിത്രം കളങ്കാവൽ നവംബർ റിലീസ് ഉറപ്പാക്കി. ചിത്രത്തിന് U+A സർട്ടിഫിക്കറ്റ് ലഭിച്ചു. നവംബർ 27 പുറത്തിറങ്ങുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. 2 മണിക്കൂർ 25 മിനിറ്റാണ് ചിത്രത്തിന്റെ ദൈർഘ്യം. നവാഗതനായ ജിതിൻ കെ ജോസ് ആണ് സംവിധാനം. മമ്മൂട്ടി വില്ലനും വിനായകൻ നായകനുമാണ് എന്നാണ് പുതിയ റിപ്പോർട്ടുകളിൽ കളങ്കാവലിനെ കുറിച്ച് പറയുന്നത്. രശ്മിക മന്ദാനയും ആയുഷ്മാൻ ഖുറാനയും പ്രധാന വേഷത്തിലെത്തിയ തമ്മയ്ക്ക് ആദ്യ ദിവസം തന്നെ ബോക്സ് ഓഫീസിൽ കനത്ത തിരിച്ചടി. മാഡ്ഡോക് ഫിലിംസിന്റെ ഹൊറേഴ്സ് യൂണിവേഴ്സിലെ 5ാമത് ചിത്രമായ തമ്മയ്ക്ക് മോശം പ്രേക്ഷക പ്രതികരണമാണ് ലഭിച്ചിരിക്കുന്നത്. ലോക നേടിയ വിജയം കണ്ടിറങ്ങിയ തമ്മയ്ക്ക് പക്ഷേ ലോകയുടെ അത്ര സ്വീകാര്യത ലഭിച്ചില്ല. സാങ്കേതികമായ സിനിമ മികച്ചതാണെങ്കിലും സ്ക്രിപ്റ്റിന്റെ പോരായ്മ പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. ആദ്യ ദിവസം 24 കോടി നേടിയ ചിത്രം ഇതുവരെ 31 കോടിയുടെ കളക്ഷൻ നേടി.